മൂത്രത്തിൽ കുളിച്ചു കിടന്ന വലിയ മെത്രാപ്പോലിത്ത. വലിയ ഇടയൻ, സ്വർണ്ണനാവുകാരൻ എന്നൊക്കെ ലോകം പ്രകീർത്തിച്ച മാർത്തോമാ സഭയുടെ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയോട് സഭ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കാണിച്ച ആ നന്ദികേട് കേൾക്കുക. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഭക്ഷണം എത്തിക്കുന്നത് മൃതദേഹമടക്കം കൊണ്ടുപോകുന്ന ആംബുലൻസിലാണെന്ന വാർത്ത ഞങ്ങൾ നൽകിയിരുന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ. 100 വയസ്സ് പിന്നിട്ടപ്പോൾ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത സഭയ്ക്ക് ഒരു ബാധ്യതയായി മാറി എന്നത് ശരിവെക്കുന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ മൂത്രത്തിൽ കുളിച്ച് ദുർഗന്ധവും വമിച്ചു കിടന്ന വലിയ മെത്രാപ്പോലിത്തയെ നേരിട്ട് കണ്ട അനുഭവം മാർത്തോമാ സഭാംഗമായ റോയ് കുര്യൻ പറയുന്നത് കേൾക്കുക. ഞാനെപ്പോഴും I2I പ്രോഗ്രാം കാണുന്ന ആളാണ്. എൻ്റെ പേര് റോയ്. ഞാനിപ്പോൾ മൂന്നാറിലാണ്. അത് ഏതായാലും ഇന്ന് ശോശാമ്മയുടെ ഇട്ടേക്കുന്ന നല്ല ഒന്നാന്തരം ഇതായിപ്പോയി കേട്ടോ. ബട്ട് വാട്ട് ടു ഡു, നമ്മളെല്ലാം ഹെൽപ്ലെസ് അല്ലേ. ശോശാമ്മ എന്ന് പറഞ്ഞു ഒരു പ്രായമുള്ള സ്ത്രീയെ ഓസ്കോട്ട് ഒന്ന് ഇറക്കി വിട്ടില്ലേ, അത് സാർ ഇട്ടേക്കുന്ന ഒന്നാന്തരം റിയാക്ഷനാണ് കേട്ടോ. ബട്ട് വാട്ട് ക്യാൻ വി ഡു, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അതിനെതിരെ? പണ്ട് സാറ് പറഞ്ഞ പോലെ ഞാനൊരു റിട്ടയർഡ് കോസ്റ്റ് അക്കൗണ്ട് ഫൈനാൻസ് മാനേജർ കേട്ടോ. ഞാൻ കെനിയായി ജോലി ചെയ്ത എൻ്റെ കസിനാണ്, അപ്പൻ്റെ ചേട്ടൻ്റെ മോളാണ് ഡോക്ടർ സൂസമ്മ ഈശോ, കുവൈറ്റിലുണ്ടായിരുന്നേ. ക്രിസോസ്റ്റം തിരുമേനിയുടെ കാര്യവും സാറ് പറഞ്ഞല്ലോ. ക്രിസോസ്റ്റം തിരുമേനി ഒരു പ്രാവശ്യം ഇട്ടിരുന്ന എൻ്റെ കസിൻ സിസ്റ്ററിനെ കിടത്തിയിരുന്ന മുറിയുടെ നേരെ ഓപ്പോസിറ്റ് മൂത്രത്തിൽ കുളിച്ച് കിടക്കായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. എന്നും രാവിലെ 2 നേഴ്സുമാർ വന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അന്നേരം അവിടെ നിൽക്കുന്ന അച്ഛൻ പറഞ്ഞു ഇപ്പം ക്ലീൻ ചെയ്യേണ്ട, വൈകുന്നേരം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി. ഞങ്ങൾ ചെന്നപ്പോൾ അടുത്ത് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ മൂത്രം നാട്ടുമായിരുന്നു. എന്നിട്ട് ആ അച്ഛൻ ചിരിച്ചോ. ഞാൻ ആ അച്ഛനോട് ഇച്ചിരി അന്ന് ചൂടായി, ഇതെന്തൊരു ദോഷമായത് വലിയ മെത്രാപ്പോലിത്ത, നിങ്ങൾ ഇത് ദ്രോഹമല്ലേ ചെയ്യുന്നത്? ഇല്ലില്ല, ഇപ്പോൾ ആൾ വരും മാടയാ കൂടെയാന്നും പറഞ്ഞ് അയാൾ ഒതുങ്ങിക്കളഞ്ഞു. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഫ്രണ്ട് പേജിൽ ഇട്ടില്ലേ, വെയിറ്റിംഗ് ടു ഗെറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെട്രോപൊളിറ്റൻ ടു കണ്ടിന്യൂ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഏതായാലും ഇത് നല്ലതായിപ്പോയി. ബട്ട് കാൻ വി ഗോ അഹെഡ് വിത്ത് ദിറ്റ് വൺ? ഇതൊരു ഇഷ്യൂ ആക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വലിയ മെത്രാപ്പോലിത്ത ക്രിസോസ്റ്റം തിരുമേനിയുടെ നമ്മൾ എന്തായിരുന്നു കണ്ടത്? എന്നായിരുന്നു പുള്ളിയെ കാണാൻ പോയത്? എന്താ നമ്മൾ കണ്ട അവസ്ഥ? ഞാൻ കണ്ട അവസ്ഥ, പുള്ളി അവിടെ കിടക്കുന്നു. അവസാന കാലഘട്ടത്തിലാണ്. പുള്ളി ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ താമസിച്ചിരുന്ന സമയത്താണ്. അന്ന് ഇടയ്ക്കിടയ്ക്ക് ഫെലോഷിപ്പ് വന്ന് കിടക്കുമ്പോൾ ഹി വാസ് സോക്ഡ് ഇൻ യൂറിൻ. ഞാൻ അവിടെ നിന്ന് ചൂടായി ഒരു അച്ഛനോട്. ഒന്നുമല്ലേ, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, പോട്ടെ ലോകമില്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിലെങ്കിലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയല്ലേ കിടക്കുന്നത്, അദ്ദേഹത്തെ ക്ലീൻ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനാളുണ്ട്, ഇപ്പൊ വരും. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇന്ന് രാവിലെയും വൈകിട്ടും 2 പെൺപിള്ളേരെ തിരുമേനിയെ ക്ലീൻ ചെയ്യാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഡ്യൂട്ടിയിലുള്ള അച്ഛൻ തന്നെ പറഞ്ഞ് 2ഉം കൂടെ ഒന്നായിട്ട് ചെയ്താൽ മതിയെന്ന്. അതിന് നേരെ ഓപ്പോസിറ്റ് റൂമിലെ ഡയാലിസിസിൽ കിടന്ന എൻ്റെ വൈഫിൻ്റെ കസിനെ കാണാൻ പോയപ്പോൾ അവരുടെ ആ മുറി തുറക്കാൻ പറ്റത്തില്ല, അതുപോലെ മൂത്രം നാറ്റം വരും. ചിലപ്പോൾ ഈ പ്രായമായതിൻ്റെ ആകുമ്പോൾ ചിലപ്പോൾ മൂത്രത്തിന് നാറ്റം കൂടുതൽ കാണുമായിരിക്കും, അതായിരിക്കും. പക്ഷേ ഞാൻ എന്നിട്ട് ഈ മൂത്രത്തിൽ കിടന്ന പുള്ളിയെ പോയി കൈമുത്തിയപ്പോൾ ഷർട്ടും മുണ്ടും എല്ലാം മൂത്രത്തില്ല. സത്യം പറഞ്ഞാൽ ലിറ്ററലി ഐ വെറ്റ് ദെയർ ഇത് കണ്ടിട്ടേ. പക്ഷെ എന്നോട് ആർക്കും ഒരു റിയാക്ഷൻ, അവിടെ കൂടെ അച്ഛന്മാർ വരുന്നു പോകുന്നു, അവർക്കൊന്നും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ കണ്ടു. വളരെ സങ്കടകരമായിരുന്നു അത്. അന്നേരം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞ് ഓൾറെഡി 2 പേരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അച്ഛനും ഉണ്ട്, അച്ഛനാണ് സൂപ്പർവൈസർ. ഈ സിസ്റ്റേഴ്സ് രാവിലെയും വൈകിട്ടും ക്ലീൻ ചെയ്യണമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു ക്ലീൻ ഓൺലി അറ്റ് 1 ടൈം ഇൻ ദി ഈവനിങ്. വളരെ ഹൃദയഭേദകമായിരുന്നു അത് സത്യം പറഞ്ഞ. തിരുമേനി ചുമ്മാ കിടക്കുക, ആരെങ്കിലും വന്നാൽ ഇന്നടത്തെ ഇന്നാരോ എവിടുത്തെയാന്ന് ചോദിക്കും. തിരുമേനി എനിക്കൊന്നും അറിയുന്നില്ല പുള്ളി മൂത്രത്തിലാണ് കിടക്കുന്നതെന്നേ. തിരുമേനിക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല, ആ സെൻസ് ഫീലിംഗ് ചെയ്യുന്നുണ്ടാവില്ല. ഇദ്ദേഹത്തിന് അവസാനം ഈ മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസിലാണ് പുള്ളിയുടെ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് നമ്മളൊരു വാർത്ത ചെയ്തത് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. അതാ ഞാനിപ്പം പെട്ടെന്ന് അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. ഇത് വാസ്തവത്തിൽ ഇത് ഈ അച്ഛന്മാരാന്നും പറയും ഇവരൊക്കെ കാണിക്കുന്ന വൃത്തികേടുണ്ടോ, വെള്ള ലോഹമായിട്ടുണ്ടേ. അച്ഛനും കണക്ക്, തിരുമേനിയും കണക്ക്. ഇപ്പൊ ദേ ആർ ജസ്റ്റ് സെർവിങ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻട്രസ്റ്റ്. കമ്പനി നടത്തുന്ന പോലെ വണ്ടി ഓടിക്കുന്നു. പിന്നെ ഈ പേരിന് മാത്രം ഞായറാഴ്ച സുനിൽ തന്നെ പറഞ്ഞ പോലെ 2 മണിക്കൂർ ഹാഹു വെച്ചിട്ട് പോകുന്നു. പക്ഷെ നല്ല ആത്മാർത്ഥമുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള അച്ഛന്മാരില്ലെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ദർ ആർ സോ മെനി. 50 വയസ്സ് റിട്ടയർമെന്റ് ഏജ് ആക്കണമെന്ന് ഈയിടെ മാർത്തോമാ സഭ മണ്ഡലത്തിൽ ഒരു ഇഷ്യൂ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അത് വേണ്ട, നോർമലായിട്ട് മരിക്കുമ്പോഴും റിട്ടയർ ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഏറ്റവും അത് ഉയർത്തിപ്പിടിച്ച ആരാ? ഞങ്ങളുടെ ഇപ്പോഴത്തെ അദ്ദേഹം ഉണ്ടല്ലോ, തിയോഡോഷ്യസ്. അയാളും പൊതുവേ ഉള്ള റേറ്റിംഗ് ഈസ് മോസ്റ്റ് യൂസ്ലെസ്, ഗുഡ് ഫോർ നത്തിങ് ഫെലോ. അതേസമയത്ത് മറ്റേ പുള്ളി ജോസഫ് മാർത്തോമാ കാര്യമാക്കി ചില കർക്കശ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അഡ്മിനിസ്ട്രേഷൻ വൈസ് ഹി വാസ് വെരി സ്ട്രോങ്. അയാൾ അങ്ങനെ ജീവിക്കുന്നു. അതിപ്പോൾ ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ഹി ഗെറ്റ്സ് ഓൾ ഫെസിലിറ്റീസ്, ഓൾ ഹെൽപ്പ്, ഓൾ അസിസ്റ്റൻസ്. അയാൾക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. ഈയിടെ സുനിലാസ് റിപ്പോർട്ട് ചെയ്ത ഒരു അച്ഛൻ്റെ കൊച്ചിന് പഠിത്തം നീട്ടിക്കാൻ ഇച്ചിരി കൂടെ നീട്ടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
പഠിത്തത്തെയൊക്കെ പ്രധാനം വൈദിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞു വിട്ടയാള് അത്ര ഒരു നിർഗുണനായാള്. അതെ അതെ. കാരണം കൊല്ലത്തെ മാർത്തോമാ സഭയ്ക്ക് ഒരു കായലോരത്ത് ഒരു പരിപാടിയുണ്ട്, നല്ലതായിട്ട് അത് ഓർഗനൈസ് ചെയ്ത് വന്നു. പക്ഷെ അവിടെ എന്ത് ഡെവലപ്മെന്റ് വന്നാലും ഉടക്ക് വെക്കുന്ന ഇയാളുടെ ചേട്ടനും അനിയനും ആ കമ്മിറ്റിയിലുണ്ട്. അയാൾ ഒന്നും സമ്മതിക്കില്ല. ഞങ്ങൾ പോയി അവിടെ 2 ദിവസം താമസിച്ച് 3-4 മെമ്പേഴ്സിനോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു അങ്ങേര് ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒന്നും നടക്കത്തുമില്ല, അയാളുടെ ചേട്ടനായി പോയില്ലേ മെത്രാപ്പൊലീത്ത, നമുക്ക് എല്ലാം പറയാൻ പറ്റും. ഞാൻ നോക്കുന്നുണ്ട് സംഗതികൾ വളരെ നല്ലത്. ബട്ട് ഈ ശോശാമ്മ എന്ന് പറഞ്ഞ പാവം ഇനി അവരുടെ അന്ത്യം എന്തായിരിക്കും? അവിടെ കിടന്ന് ഒരു മൂലയ്ക്ക് കിടന്ന് ചത്തുപോകില്ല അവള്, ഇല്ലയോ? ഒരു കെയറും കിട്ടാതെ. ഒന്നേ ക്ലീൻ ചെയ്യില്ല, 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണമെന്നായിരുന്നു നേഴ്സുമാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നത്. നേഴ്സുമാർക്കല്ല, അച്ഛൻ നേഴ്സുമാർക്ക്. പക്ഷെ അച്ഛൻ തന്നെ അവരോട് പറഞ്ഞത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ വലിയ മെത്രാപ്പൊലീത്ത പോലെ ഒരു വലിയ ആളെ എങ്ങനെയാ സാറേ മൂത്രത്തിൽ കുളിച്ച് കിടക്കുന്നത്? ഓരോ അരമണിക്കൂറും പുള്ളിയെ ക്ലീൻ ചെയ്യേണ്ടിയല്ലേ? വയസ്സായപ്പം ബാധ്യത. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മെത്രാന്മാര് ഇരുന്നങ്ങ് ചത്തങ്ങ് പെൻഷൻ പറ്റണമെന്ന് പറയുന്നത്. കാരണം അന്നല്ലേ ഇന്ത്യൻ സർവീസിന്റെ ഫ്രണ്ട് പേജിലെ Chrysostom Tirumeni is awaiting to get instructions from the head of the church to further the treatment എന്നും പറഞ്ഞു. അന്ന് ഇന്ത്യൻ സർവീസിലെ റൈറ്റ് സൈഡിലുണ്ടായിരുന്നു. അത് പിന്നെ അയാൾ ഏതാണ്ട് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞങ്ങ് മാറി അയാൾ, ഈ ജോസഫ് മാർത്തോമായി. അത് നടന്ന സംഭവം. ഞാൻ ഐ എം എ വിറ്റ്നസ്, നേരിട്ട് ഞാൻ കണ്ടതാ. ജനങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പൊ അയാൾ മരിച്ചുപോയ കാര്യം കഴിഞ്ഞു, ഇനിയിപ്പം പറഞ്ഞാൽ അതിന് വലിയ കാര്യം കാണത്തില്ല. അതുപോലെ ഇവരെ സാറേ യുവാനോൻ മാർത്തോമ എന്ന് പറഞ്ഞ ആരായിരുന്നു? അദ്ദേഹം വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആൾ. ഈയിടെ അയാളുടെ ശവക്കല്ലറുടെ അടുത്ത് ഞാൻ ഒരു കല്യാണത്തിന് ശവക്കല്ലർ കണ്ടു. ഡോക്ടർ യുഹാനോൻ എന്നുള്ള JU എന്നുള്ള അക്ഷരം ഇല്ല, അത് പെയിന്റ് പോയിട്ട് വർഷങ്ങളായി. അമ്മമാർക്ക് 10 രൂപയുടെ ചിലവല്ല ഒരു പെയിന്റ് അടിച്ച്. ഞാൻ എന്നിട്ട് സഭാ ഓഫീസിൽ ഒരാളെ വിളിച്ചു വെച്ച് ആരോടാ പറയണ്ടേ, ഞാൻ പറഞ്ഞേക്കാന്നൊക്കെ ആ പുള്ളി പറഞ്ഞു. പക്ഷേ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ഞാൻ അങ്ങനെ പോയില്ല. ഇതൊക്കെയാണ് ഇവന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ. ചുമ്മാതെ വലിയ ലോഹയെ വിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞ പ്രവൃത്തികളുണ്ടല്ലോ. ഒരു കമ്പനിയിൽ ഉള്ള എല്ലാ ഡേർട്ടി പൊളിറ്റിക്സും സഭയുടെ അഡ്മിനിസ്ട്രേഷനിലും ഉണ്ട്. കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനി പോലെ. ഇത്രേ ഉള്ളൂ. ഇപ്പം മാർത്തോമാ സഭയുടെ തന്നെ ഡൽഹിയിൽ ഒരു സെന്റർ ഉണ്ട്. നല്ലൊരച്ഛൻ, 10 പൈസ ആരും കൊടുത്താൽ പുള്ളി മേടിക്കുകയില്ല, അങ്ങനത്തെ ഒരു ഉള്ള അച്ഛനാ. പക്ഷെ ഇപ്പൊ ഓരോരുത്തരെ വിളിച്ച് സഹായിക്കണമെന്ന് പുള്ളി പറയാൻ തുടങ്ങി. കാരണം അവിടെ 40 സ്റ്റുഡൻസിനെയും വെച്ച് സഭയ്ക്ക് ഒത്തിരി സ്ഥലമുണ്ട്. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുക. അവരുടെ ചാപ്പാടിനുള്ള പൈസ പോലും ഇവർ കൊടുക്കുന്നില്ല. ഇവർ പറയുന്ന യു ഹാവ് ടു റേസ് ഇറ്റ് യുവേഴ്സെൽഫ്. അപ്പൊ അച്ഛന്റെ പണി മാസത്തിൽ 10 ദിവസം തണ്ടല. അങ്ങനെയൊക്കെയാ ഇവരുടെ ഓരോ പണികൾ കാണിക്കുന്നത്. പിന്നെ ഇതൊക്കെ സഖി കേട്ട് അടങ്ങി ഒതുങ്ങി ഉള്ള പെൻഷൻ മേടിക്കാൻ വേണ്ടി എങ്ങനെയായാലും റിട്ടയർമെന്റ് വരെ കഴിയുന്ന അച്ഛന്മാരും ഒരു നല്ല ശതമാനം ഉണ്ട്. അപ്പൊ എനിക്കും വളരെ ഫീൽ ചെയ്തു, ഒരു പാവം സ്ത്രീ ഇത്രയും വർഷം മാർത്തോമാ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവർക്ക് അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേടിലോട്ട് വന്നെങ്കിലേ, അതല്ലേ ഒക്കെ എന്തൊരു ദ്രോഹമാ. എന്താ നമ്മളതിന് പറയുന്നത്? ആ കത്തനാരോട് പറയണം, ഇതിന് എന്താ സാറേ അതിനുള്ള വാക്ക്? ക്ഷന്തവ്യമല്ലാത്ത അപരാധമില്ല. ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാണ് എല്ലാ സഭയുടെയും പരമാധ്യക്ഷന്മാർ പറ്റിയാൽ കസരയിൽ തന്നെ ഇരുന്ന് കാറ്റുപോകുവാൻ ആഗ്രഹിക്കുന്നത്. കസര പോയാൽ പിന്നെ പട്ടിയുടെ വില പോലും കാണില്ല എന്ന് ഇവറ്റകൾക്ക് നന്നായി അറിയാം. പദവിയും പണവും കയ്യിലുണ്ടെങ്കിൽ മലത്തിലും മൂത്രത്തിലും കുളിച്ചു കിടന്നാൽ പോലും അടുത്തു നിൽക്കുന്ന മുണ്ണകൾ കൈമുത്തും, പറ്റിയാൽ മുത്തും. പദവി പോയാൽ ഇതാണ് അവസ്ഥ. മലമൂത്രാദികളിൽ കിടന്നു മെഴുകി വല്ലവിധേനയും ചത്തുകഴിഞ്ഞാൽ ചരമദിനത്തിൽ, അനുസ്മരണ ദിനങ്ങളിൽ പിതാക്കന്മാരെ ഇവന്മാർ അനുസ്മരിക്കുന്നത് കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.